ഹലോ വെൽക്കം ടു സാലി കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു 2 മുട്ട വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന മുട്ടയും ബ്രെഡും കൊണ്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള സ്നാക്കാണ്. ഇതിൽ മൈദയൊന്നും യൂസ് ചെയ്യുന്നില്ല, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. 4 മണി പലഹാരമായിട്ട് സെർവ് ചെയ്യാം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം. നല്ല എളുപ്പമാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഒരു ടോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള തേങ്ങാ ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ഒന്ന് ചൂടായി വന്നാൽ കുറച്ച് കാഷ്യൂം കിസ്മിസും എടുത്തിട്ടുണ്ട്, അതൊന്ന് വറുത്തെടുക്കുക. ഇത് റെഡിയായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/2 കപ്പോളം തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. അധികം കളർ മാറി അങ്ങ് കരിഞ്ഞു പോകരുത്, ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു കളർ കിട്ടിയാൽ മതി. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ അടക്കൊക്കെ വറുത്തെടുക്കുന്നില്ലേ, ആ ഒരു പരുവത്തിൽ ഇതൊന്ന് വറുത്തെടുക്കണം. തേങ്ങ റെഡി ആയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്തുകൊണ്ട് അധികം അങ്ങ് കറുത്ത് പോയിട്ടൊന്നുമില്ല. അതാ ഈ ഒരു കളറായി കിട്ടിയാൽ മതി. ഇതങ്ങ് മാറ്റി വെക്കുക. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ബ്രെഡ് ചേർത്ത് കൊടുക്കണം. ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ബ്രെഡിൻ്റെ ആ സൈഡ് ഭാഗം ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. മിക്സി അടച്ച് വെച്ചിട്ട് ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു മിക്സിയിൽ നിന്ന് മാറ്റുക, ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. ഈ ഒരു സെയിം മിക്സിയിലേക്ക് തന്നെ നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കണം. 2 മുട്ടയും ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഇനി മിക്സി അടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ആ അടിച്ചെടുത്ത കൂട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബ്രെഡ് പൊടി ഉണ്ടല്ലോ, അതിലേക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇതിലേക്ക് മൈദയോ കാര്യങ്ങളോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പോള ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാൻ ചൂടാക്കാൻ വെക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ സോസ് പാൻ്റെ താഴെ ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അടിക്കൊന്നും പിടിക്കാതെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ ഒരു നെയ്യൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ബ്രെഡിൻ്റെ കൂട്ട് ഒഴിച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് അങ്ങ് സ്പ്രെഡ് ചെയ്ത് പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിംഗ് ആണ് വെച്ച് കൊടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഫില്ലിംഗ് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. പെട്ടെന്ന് റെഡിയാവുന്നതാണ്, അധിക സമയമൊന്നും വേണ്ട. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇതിൻ്റെ മുകളിൽ ഇതുപോലെ തൊട്ട് നോക്കുമ്പം ഒട്ടും നനവില്ല, നല്ല ഡ്രൈ ആയിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഒരു സ്ക്വയർ ആണെങ്കിൽ ഒന്ന് കുത്തി നോക്കിക്കോളൂ. നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഉൾഭാഗമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് റൂം ടെമ്പറേച്ചറിലാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പം തന്നെ ഇതൊന്ന് പുറത്തെടുക്കണ്ട, ഒന്ന് തണുത്തിട്ട് പുറത്തെടുത്താൽ മതി. നല്ല ചൂടൊക്കെ പോയിട്ടുണ്ട്. നമുക്കിത് ഈ ഒരു പാത്രത്തിൽ നിന്ന് പുറത്തെടുക്കാം. ഈസിയാണ്. താഴ്ഭാഗത്ത് ഇതുപോലെ ഒരു തവി വെച്ചിട്ട് വിടിയിച്ചെടുത്താൽ മതി. ഇത് മറിച്ചിട്ട് കുക്ക് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാം. നല്ല സിമ്പിളാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിട്ടിലും ടേസ്റ്റാണ്. പിന്നെ ടോപ്പിങ്ങിൽ വേറെ എന്തെങ്കിലും നട്ട്സോ കാര്യങ്ങളോ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പറ്റുകയാണെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക്